ഹരേ രാമാം ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ജൂൺ മാസം എത്തിക്കഴിഞ്ഞു. ഞാനീ പറയുന്ന നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വലിയ പരാജയങ്ങൾ ഏറ്റുവാങ്ങി വരുന്ന ആളുകളാണ്. ഈയൊരു വ്യാഴമാറ്റം പിറക്കുന്നതോടുകൂടി ഇവരുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങളുണ്ടാകും. ജീവിതത്തിൽ ഒത്തിരി കാലമായി നിങ്ങൾ സ്വപ്നം കണ്ട, വല്ലാതെ കഠിനാധ്വാനം ചെയ്തിട്ടും കിട്ടാതെ പോന്നിരുന്ന, അതായത് ഫലവത്താകാത്ത പല കാര്യങ്ങളും ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ ഈ മാസം മുതൽ നിങ്ങൾക്ക് വന്നു ചേരുവാൻ പോകുന്നു. അതായത് ഈ നക്ഷത്ര ജാതകർ ഇതുവരെ ജീവിതത്തിൽ ഒരു മന്ദത ബാധിച്ച അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകുവാൻ പോകുന്നു. തീർച്ചയായും ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വലിയ ചില സൗഭാഗ്യങ്ങളും വലിയ ചില സന്തോഷ നിമിഷങ്ങളും ഈശ്വരനായി സമ്മാനിക്കുവാൻ പോകുന്നു. ഇനി അങ്ങോട്ട് ജീവിതത്തിൽ സാമ്പത്തികമായ അഭിവൃദ്ധി, പുതിയ തൊഴിൽ സാധ്യതകൾ, കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ, സാമ്പത്തികമായി ഉന്നതി, ഇവയെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പിറക്കുവാൻ പോകുന്ന മാസമാണ്. എല്ലാ രീതിയിലും നിങ്ങളുടെ പരിശ്രമത്തിന് ഫലം ലഭിക്കുന്ന സമയം അടുത്തു തന്നെ എത്തിക്കഴിഞ്ഞു. ദൈവവിശ്വാസവും ആത്മവിശ്വാസവും നിങ്ങൾ കൈവിടാതിരിക്കുക. അതായത് ഈയൊരു ജൂൺ മാസം പല നക്ഷത്ര ജാതകർക്കും വളരെ വലിയ പ്രതീക്ഷകളും അവസരങ്ങളും നൽകുന്ന ഒരു സമയമാണ്. ഈയൊരു മാസം ഭഗവാൻ കൈപിടിച്ചുയർത്തുന്ന നക്ഷത്ര ജാതകർ ആരൊക്കെയാണെന്ന് നോക്കാം. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽഭാഗവും ചേർന്ന മേട രാശിക്കാരായ നിങ്ങൾക്ക് ഈയൊരു മാസം അപ്രതീക്ഷിതമായ നേട്ടങ്ങളും പുതിയ ദിശാബോധവും നൽകുന്ന ഒരു സമയമാണ്. ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ യാത്രകൾക്ക് അതീവമായ പ്രാധാന്യമുണ്ടാകും. ദൂരയാത്രകൾക്കും ഹ്രസ്വയാത്രകൾക്കും ഒരുപോലെ സാധ്യതയുള്ള സമയമാണ്. ഇത് പുണ്യസ്ഥല സന്ദർശനമോ അതുമല്ലെങ്കിൽ തൊഴിൽപരമായ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ പുതിയ ബിസിനസ് സാധ്യതകൾക്ക് വേണ്ടിയുള്ളയോ യാത്രയാകാം. ഈ യാത്രയിലൂടെ വ്യത്യസ്തമായ സംസ്കാരങ്ങളെ അടുത്തറിയുവാനും പുതിയ ആളുകളെ പരിചയപ്പെടുവാനും അതുവഴി ജീവിതത്തിൽ നിങ്ങൾക്ക് പുതിയ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തുവാനുമുള്ള അവസരം ലഭിക്കും. അതായത് പരിചയമില്ലാത്ത മേഖലകളിൽ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കമിടുവാനോ അതുമല്ലെങ്കിൽ പുതിയ ജോലികളിൽ ഏർപ്പെടുവാനോ അതുവഴി നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ പുതിയ മാനങ്ങൾ കണ്ടെത്തുവാനോ ഈ സമയം പ്രയോജനപ്പെടുത്താം. നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി ലഭിക്കുന്ന ഈ അവസരങ്ങൾ ബുദ്ധിപൂർവം ഉപയോഗിക്കുകയും മാറ്റങ്ങളെ തുറന്ന് മനസ്സോടെ സമീപിക്കുകയും ചെയ്താൽ ഈ മാസം നിങ്ങൾക്ക് വലിയ മുന്നേറ്റങ്ങൾക്ക് വഴിയൊരുക്കും. പൊതുവെ പുതിയ അറിവുകളും അനുഭവങ്ങളും നേടുവാൻ ഈ മാസം നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇത് നിങ്ങളുടെ ഭാവിയിലെ വിജയങ്ങൾക്ക് വളരെ വലിയ അടിത്തറയായി മാറുന്നതാണ്. സാമ്പത്തികപരമായി ഈ മാസം വലിയ ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഉണ്ടാകില്ല. എന്നാൽ അനാവശ്യമായ ചെലവുകൾ നിയന്ത്രിക്കേണ്ടതാണ്. കുടുംബത്തിൽ സന്തോഷകരമായ വാർത്തകൾ കേൾക്കുവാൻ കഴിയും. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അനുകൂലമായ സമയം കൂടിയാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഹനുമാൻ സ്വാമി ദർശനം നടത്തുക. സാധ്യമെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പഠന സഹായം നൽകുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗവും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യ പകുതിയും ചേർന്ന ഇടവ രാശിക്കാരായ നിങ്ങൾക്ക് ഈയൊരു ജൂൺ മാസം പിറക്കുന്നത് നിങ്ങളുടെ സാമ്പത്തികമായ വലിയ നേട്ടങ്ങളുടെ ഒരു മാസമായിട്ടാണ്. ഏറെ നാളുകളായി പ്രതീക്ഷിച്ചിരുന്ന ധനം തിരികെ ലഭിക്കും. ജോലി സംബന്ധമായി പുതിയ ചുമതലകൾ ലഭിച്ചാലും അത് ഭാവിയിൽ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾക്ക് കാരണമായി മാറുന്നതാണ്.
കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയുന്നതാണ്. ആരോഗ്യപരമായി ചെറിയ ശ്രദ്ധ ഈ മാസം നിങ്ങൾക്ക് വേണ്ടിവരും. പൊതുവെ നിങ്ങൾക്ക് എല്ലാവിധ കാര്യങ്ങളിലും അനുകൂലമായ ഒരു അന്തരീക്ഷമുണ്ടാകുമെങ്കിലും അനാവശ്യമായ ധൂർത്തുകളെല്ലാം തന്നെ ഒഴിവാക്കി സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നത് ഭാവിയിലേക്കൊരു മുതൽക്കൂട്ടാകും. ഭാഗ്യം കൂടെയുള്ള ഈയൊരു മാസത്തെ അവസരങ്ങളെല്ലാം തന്നെ വിവേകപൂർവം ഉപയോഗിച്ചാൽ വളരെ വലിയ വിജയത്തിലേക്ക് ഈ മാസം നിങ്ങൾ കുതിക്കുന്നതാണ്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മഹാലക്ഷ്മി പ്രാർത്ഥന നടത്തുക. അതുപോലെ അരിയും വസ്ത്രവുമൊക്കെ ദാനം ചെയ്യുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരത്തിൻ്റെ അവസാന പകുതിയും തിരുവാതിരയും പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുന രാശിക്കാരായ നിങ്ങൾക്ക് ഏറെ നാളത്തെ നിങ്ങളുടെ അധ്വാനത്തിന് അംഗീകാരം ലഭിക്കുന്ന ഒരു മാസമാണ്. പ്രത്യേകിച്ചും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ ഉള്ള ഭാഗ്യമുണ്ട്. പുതിയ പദ്ധതികളിൽ പങ്കാളിയാകുവാനും നേതൃത്വപരമായ ചുമതലകൾ ഏറ്റെടുക്കുവാനുമുള്ള അവസരം ലഭിക്കും. ഇത് നിങ്ങളുടെ കഴിവും കാര്യക്ഷമതയും തെളിയിക്കുവാൻ സഹായിക്കുന്നതാണ്. സഹപ്രവർത്തകരുമായും മേലധികാരികളുമായും നല്ല ബന്ധം നിലനിർത്തുവാൻ സാധിക്കും. അവരുടെ പുതിയ പുതിയ കാര്യങ്ങളെല്ലാം തന്നെ വിജയകരമായി പൂർത്തിയാക്കുവാൻ സഹായിക്കാൻ കഴിയുന്നതാണ്. സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് പുതിയ കരാറുകളോ പങ്കാളിത്തങ്ങളോ ലഭിക്കുവാനും അതുവഴി സാമ്പത്തികമായ നില മെച്ചപ്പെടുത്തുവാനും സാധിക്കുന്നതാണ്. മൊത്തത്തിൽ നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച മാറ്റങ്ങൾ കൊണ്ടുവരുവാനും ദീർഘകാല ലക്ഷ്യങ്ങൾ നേടുന്നതിലേക്കുള്ള ഒരു ചുവട് വയ്ക്കുവാനും ഈ മാസം അനുകൂലമാണ്. വ്യക്തിപരമായ കാര്യങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും സന്തോഷവും ഐക്യവും നിലനിർത്തുവാൻ സാധിക്കും. ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. അതുപോലെ സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും സഹായം ലഭിക്കും. പുതിയ പദ്ധതികൾ ആരംഭിക്കുവാൻ അനുകൂലമായ സമയം കൂടിയാണ്. യാത്രകൾ വഴിയും നിങ്ങൾക്ക് ഈ മാസം ഗുണകരമാകും. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ബുധനാഴ്ച ദിവസങ്ങളിൽ വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുക. അതുപോലെ പച്ച നിറത്തിലുള്ള പഴങ്ങൾ ദാനം ചെയ്യുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗവും പൂയവും ആയില്യവും ചേർന്ന കർക്കിടക രാശിക്കാരായ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ വളരെയധികം സമാധാനവും കുടുംബത്തിൽ സന്തോഷവും നിറയുന്ന ഒരു സമയമാണ്. വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാൻ കഴിയും. അതുപോലെ കുടുംബാംഗങ്ങളുടെ പിന്തുണ എല്ലാ രീതിയിലും നിങ്ങൾക്ക് ശക്തി പകരുന്ന ഒരു സമയമാണ്. സാമ്പത്തികമായ കാര്യങ്ങളിൽ അല്പം സൂക്ഷ്മത പാലിച്ചാൽ വളരെ വലിയ നേട്ടങ്ങൾ ഈ മാസം ഉണ്ടാകുന്നതാണ്. ആരോഗ്യപരമായ വിശ്രമത്തിനും ഉറക്കത്തിനും പ്രാധാന്യം നൽകുക. വിദ്യാർത്ഥികളിൽ പഠന കാര്യങ്ങളിൽ അസാധാരണമായ ശ്രദ്ധയും താല്പര്യവും പ്രകടിപ്പിക്കും. മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്ക് മികച്ച വിജയം നേടുവാനുള്ള യോഗമുണ്ട്. കൂടാതെ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ വിജയത്തിലെത്തുകയും ചെയ്യും. പുതിയ വിഷയങ്ങൾ പഠിക്കുവാനും ഗവേഷണ മേഖലയിൽ ശോഭിക്കുവാനും ഈയൊരു മാസം അനുകൂലമാണ്. നിങ്ങളുടെ ഗുരുക്കന്മാരുടെയും മുതിർന്നവരുടെയും പിന്തുണ പഠനത്തിൽ വലിയ സഹായമാകും. അറിവ് നേടുവാനും അത് പ്രായോഗികമാക്കുവാനും നിങ്ങൾക്ക് പ്രത്യേക പ്രചോദനം ഈ മാസമുണ്ടാകും. തൊഴിൽ രംഗത്തും ഈയൊരു പുതിയ അറിവുകൾ ഗുണകരമായി മാറുന്നതാണ്. മൊത്തത്തിൽ ഈയൊരു മാസം നിങ്ങളുടെ വ്യക്തിത്വത്തിലും അറിവിലും വലിയ വളർച്ചയ്ക്ക് വഴിയൊരുക്കുകയും ഭാവിയിലേക്കുള്ള ശക്തമായ അടിത്തറ പാകുകയും ചെയ്യുന്നതാണ്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്രത്തിൽ ജല അഭിഷേകം നടത്തുക. ഭഗവാൻ നിങ്ങളെ ഒരു രീതിയിലും കൈവിടില്ല. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകവും പൂരവും ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗവും ചേർന്ന ചിങ്ങരാശിക്കാരായ നിങ്ങൾക്ക് ഈയൊരു മാസം കുടുംബ ബന്ധങ്ങളിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. കുടുംബ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ തെറ്റിദ്ധാരണകൾ നീങ്ങുകയും
പരസ്പരം കൂടുതൽ അടുക്കുവാനുള്ള അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നതാണ്. ഗാർഹികമായ സന്തോഷം വർദ്ധിക്കുകയും വീടിൻ്റെ അന്തരീക്ഷം വളരെയധികം സന്തോഷകരമായി മാറുകയും ചെയ്യും. പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കുവാനോ നിലവിലുള്ളവ ദൃഢമാക്കുവാനോ കഴിയുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിലും കൂടുതൽ ഐക്യവും സ്നേഹവും ഉണ്ടാകും. പങ്കാളിയുമായി തുറന്നു സംസാരിക്കുന്നതിലൂടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ കഴിയും. വീട്ടിൽ മംഗളകരമായ കർമ്മങ്ങൾ നടന്നു കിട്ടുന്നതാണ്. അതിലൂടെ ജീവിതത്തിൽ വളരെ വലിയ സന്തോഷം പങ്കുവയ്ക്കുവാനും ഇടയാകും. പൂർവികരുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതും അതുവഴി കുടുംബത്തിൽ വളരെയധികം ഐശ്വര്യം വർദ്ധിക്കുന്നതിനും ഈയൊരു മാസം അനുകൂലമാണ്. തൊഴിൽ രംഗത്തും സാമ്പത്തികമായ കാര്യങ്ങളിലും മിതമായ പുരോഗതി പ്രതീക്ഷിക്കാമെങ്കിലും കുടുംബ ബന്ധങ്ങൾക്കും ഗാർഹികമായ സമാധാനത്തിനും നിങ്ങൾ നൽകുന്ന പ്രാധാന്യം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സന്തോഷം സമ്മാനിക്കും. ആരോഗ്യപരമായി ഈ മാസം പൊതുവെ നന്നാണ്. ഈയൊരു മാസം സന്തോഷവും സംതൃപ്തിയും നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ എല്ലാ ഞായറാഴ്ച ദിവസങ്ങളിലും സൂര്യ നമസ്കാരം ചെയ്യുക. അതുപോലെ രാവിലെ സൂര്യ ഭഗവാനെ ജല അഭിഷേകം നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നി രാശിക്കാരായ നിങ്ങൾക്ക് ജൂൺ മാസം കന്നി രാശിക്കാർക്ക് പൊതുവെ വളരെയധികം അനുകൂലമായ സമയമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ ഈ മാസം ശ്രദ്ധേയമായ മുന്നേറ്റങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ ചിട്ടയായ സമീപനവും സൂക്ഷ്മതയും പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുവാൻ സഹായിക്കും. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഈ ഒരു സമയം വളരെ ഗുണകരമാണ്. പ്രത്യേകിച്ചും ഭൂമി, സ്വർണം അല്ലെങ്കിൽ സുരക്ഷിതമായ മ്യൂച്വൽ ഫണ്ടുകൾ എന്നിവ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. എന്നാൽ ഏതൊരു നിക്ഷേപവും തിരഞ്ഞെടുക്കുമ്പോൾ വിശദമായ പഠനവും വിദഗ്ധമായ ഉപദേശവും തേടുന്നത് നല്ല ഫലം നൽകും. മുൻപ് നടത്തിയ നിക്ഷേപങ്ങളെക്കുറിച്ചൊരു പുനരവലോകനം നടത്തുവാനും ലാഭകരമല്ലാത്തവ മാറ്റുവാനും സാധിക്കും. കടബാധകൾ കുറയ്ക്കുവാൻ വളരെ വലിയ അവസരങ്ങൾ ലഭിക്കുകയും സാമ്പത്തികമായ ഭദ്രത വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ധനലാഭത്തിനും, അതായത് ലോട്ടറി, ചിട്ടി എന്നിവ പോലുള്ള ഭാഗ്യ പരീക്ഷണങ്ങളിലൂടെ സാമ്പത്തികമായി ഉയരുവാനും സാധിക്കും. അതായത് തൊഴിൽ രംഗത്തും നിങ്ങളുടെ കഠിനമായ അധ്വാനത്തിനും സാമ്പത്തികമായ ഉന്നതിക്ക് വഴിയൊരുക്കുന്ന മാസമാണ്. കുടുംബത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും പുലരുന്ന ഒരു മാസം കൂടിയാണ്. ആരോഗ്യപരമായി ചെറിയ പ്രശ്നങ്ങൾ പോലും അവഗണിക്കരുത്. ഭക്ഷണക്രമത്തിലും ഉറക്കത്തിലും ശ്രദ്ധ പുലർത്തുക. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ബുധനാഴ്ച ദിവസങ്ങളിൽ ഗണപതി ഭഗവാനെ തൊഴുത് പ്രാർത്ഥിക്കുക. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്തിര അവസാനത്തെ പകുതിയും ചോതി വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാം രാശിക്കാരായ നിങ്ങൾക്ക് ഈയൊരു മാസം പൊതുവെ പല കാര്യങ്ങളിലും അനുകൂലമായ സാഹചര്യം ഒരുക്കിത്തരും. പ്രധാനമായും ആരോഗ്യ കാര്യങ്ങളിൽ ഈയൊരു മാസം കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് ഭാവിയിൽ വളരെ വലിയ ഗുണം ചെയ്യും. നിങ്ങളുടെ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി പുതിയ വ്യായാമ മുറകൾ ആരംഭിക്കുവാനോ നിലവിലുള്ളവ കൂടുതൽ ചിട്ടപ്പെടുത്തുവാനോ ഇത് ഉചിതമായ സമയമാണ്. ഭക്ഷണക്രമത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതിനും മാനസികമായ ഉല്ലാസത്തിനായി യോഗ, ധ്യാനം പോലുള്ളവ ശീലമാക്കുന്നതും ഈ മാസം നിങ്ങളുടെ ഊർജ്ജസ്വലത വർദ്ധിപ്പിക്കും. ചെറിയ അസുഖങ്ങളെ അവഗണിക്കാതെ വൈദ്യസഹായം തേടുന്നത് വളരെ നല്ലതാണ്. മുൻകരുതലുകൾ എടുക്കുന്നത് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ ഒഴിവാക്കുവാൻ സഹായിക്കും. കുടുംബത്തിലും ജോലി സ്ഥലത്തും സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്തുവാൻ കഴിയുന്നതാണ്. അതേസമയം സാമ്പത്തികമായ കാര്യങ്ങളിലും അനാവശ്യമായ ധൂർത്ത് ഇവയെല്ലാം ഒഴിവാക്കുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്.
ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തി തൊഴുതു പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും ഉൾപ്പെടുന്ന വൃശ്ചിക രാശിക്കാരായി നിങ്ങൾക്ക് ഈയൊരു മാസം പൊതുവെ നിങ്ങൾക്ക് അനുകൂലമായ അനുഭവങ്ങൾ സമ്മാനിക്കും. നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ കൂടുതൽ ഊഷ്മളതയും അടുപ്പവും കൈവരും. ഗാർഹികമായ അന്തരീക്ഷം സമാധാനപരവും സന്തോഷകരവുമാക്കുവാൻ സാധിക്കുന്നതാണ്. കുടുംബ അംഗങ്ങൾക്കിടയിലുണ്ടായിരുന്ന ചെറിയ തെറ്റിദ്ധാരണകളെല്ലാം നീങ്ങുകയും കൂടുതൽ അടുപ്പവും മനസ്സിലാക്കുവാനുള്ള അവസരവും ഒരുങ്ങും. ഇത് നിങ്ങളുടെ മാനസികമായ സന്തോഷത്തിന് വളരെയധികം സഹായമാണ്. കുട്ടികളുടെ കാര്യത്തിൽ സന്തോഷ വാർത്തകൾ കേൾക്കുവാനും അവരുടെ പഠനത്തിലും മറ്റും കഴിവുകളിലോ മികച്ച പുരോഗതി കാണുവാനും സാധിക്കുന്നതാണ്. വീട്ടിൽ പുതിയ അതിഥികളെ പ്രതീക്ഷിക്കാം. അതുമല്ലെങ്കിൽ ഒരുമിച്ചുള്ള യാത്രകൾക്കും ഒത്തുചേരലുകൾക്കും അവസരങ്ങൾ ലഭിക്കും. പ്രായമായ ആളുകളുമായി നല്ല ബന്ധം സ്ഥാപിക്കുവാനും അവരുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ നടത്തി കൊടുക്കുവാനും ഈ മാസം കഴിയുന്നതാണ്. പ്രത്യേകിച്ചും നിങ്ങൾക്ക് വീടിൻ്റെ മോടി കൂട്ടുന്നതിനോ അതുമല്ലെങ്കിൽ ഗാർഹികമായ ഉപകരണങ്ങൾ വാങ്ങുന്നതിനോ ഈയൊരു സമയം അനുകൂലമാണ്. ഗാർഹികമായ സന്തോഷം തന്നെ നിങ്ങളുടെ മറ്റ് മേഖലകളിലെ പ്രവർത്തനങ്ങൾക്കും വളരെയധികം ഊർജം നൽകുന്നതാണ്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ സ്വാമിയെ തൊഴുതു പ്രാർത്ഥിക്കുക. അടുത്തത് ധനുരാശിക്കാരാണ്. മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗവും ചേർന്ന ധനുരാശിക്കാരായ നിങ്ങൾക്ക് ഈയൊരു ജൂൺ മാസം നിങ്ങൾക്ക് അനുകൂലമായ പല നേട്ടങ്ങളും നൽകുന്ന ഒരു സമയമാണ്. പ്രധാനമായും ഈ മാസം നിങ്ങളുടെ തൊഴിൽ, ഔദ്യോഗിക ജീവിതം ഇവയിലെല്ലാം തന്നെ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ജോലി ചെയ്യുന്ന ആളുകൾക്ക് സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യതകൾ തെളിയും. മേലധികാരികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും എല്ലാ രീതിയിലുമുള്ള പിന്തുണ ലഭിക്കുന്ന കാലമാണ്. പുതിയ പദ്ധതികളിൽ ഏർപ്പെടുവാനും നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കുവാനും അവസരങ്ങൾ വന്നു ചേരും. സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ഉത്തരവുകളും അംഗീകാരങ്ങളും പ്രതീക്ഷിക്കാം. സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് പുതിയ കരാറുകളും ഉപഭോക്താക്കളെയും ലഭിക്കും. ഇതുവഴി നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുവാനും ബിസിനസ് വികസിപ്പിക്കുവാനുമുള്ള അവസരങ്ങൾ തുറന്നു കിട്ടുന്നതാണ്. അതുപോലെ തൊഴിലില്ലാത്ത ആളുകൾക്ക് നിങ്ങളുടെ സ്വപ്നത്തിനൊത്ത് ഒരു ജോലി കണ്ടെത്തുവാൻ ഈ മാസം അനുകൂലമാണ്. പ്രത്യേകിച്ചും അഭിമുഖങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ കഴിയും. സാമ്പത്തികമായ കാര്യങ്ങളിലും മികച്ച ഒരു നില കൈവരിക്കുന്നതാണ്. എങ്കിലും ചെലവുകളെല്ലാം തന്നെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്ത് കുടുംബത്തിൻ്റെ സന്തോഷവും സമാധാനവും നിലനിർത്തി മുന്നോട്ട് പോയാൽ വളരെയധികം നേട്ടങ്ങൾ ഈ മാസം കൊയ്യുവാൻ കഴിയും. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഗുരുവായൂരപ്പനെ തൊഴുത് പ്രാർത്ഥിക്കുക. അതുപോലെ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ദാനം ചെയ്യുന്നതും ഇരട്ടി ഫലം സമ്മാനിക്കും. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകര രാശിക്കാരായ നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ വലിയ സ്ഥിരതയും പുരോഗതിയും ഒരുമിച്ച് ലഭിക്കുന്ന മാസമാണ്. ജോലിയിൽ ഉയർച്ചയും പുതിയ ഉത്തരവാദിത്തങ്ങളും ലഭിക്കും. സാമ്പത്തികമായ കാര്യങ്ങളിൽ പോലും നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുന്നതാണ്. കുടുംബത്തിൻ്റെ പിന്തുണ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് നിർലോഭമായി വന്നു ചേരും. ഭൂമി, ഓഹരി തുടങ്ങിയ മേഖലയിലെ നിക്ഷേപങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നവർക്ക് വിദഗ്ധരുടെ അഭിപ്രായം തേടി മുന്നോട്ട് പോകുന്നത് ഗുണകരമാകും. മുൻപ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്നും അപ്രതീക്ഷിത ലാഭങ്ങൾ നേടുവാനുള്ള സാധ്യതയും ഈ മാസം തള്ളിക്കളയുവാനാകില്ല. ധനപരമായ ഇടപാടുകളിൽ വ്യക്തതയും സത്യസന്ധതയും പാലിക്കുന്നത് ഭാവിയിൽ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കുന്നതാണ്. തൊഴിൽ രംഗത്തും ബിസിനസ്സിലും പുതിയ കരാറുകൾ ലഭിക്കുവാനും അംഗീകാരം നേടുവാനും ഭാഗ്യമുണ്ട്. മൊത്തത്തിൽ ഈയൊരു മാസം സാമ്പത്തികമായ ഭദ്രത ഉറപ്പാക്കുവാൻ കഴിയുന്ന ഒരു മാസമാണ്. വിവേകപൂർണമായ ഒരു സമീപനം നിങ്ങളെ വിജയത്തിലേക്ക് കൈപിടിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ശനിയാഴ്ച ദിവസങ്ങളിൽ
എള്ളെണ്ണ വിളക്ക് കത്തിച്ച് തൊഴുത് പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയവും പോരുരുട്ടാതിയുടെ ആദ്യത്തെ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭരാശിക്കാരായ നിങ്ങൾക്ക് ഈയൊരു മാസം എല്ലാ രീതിയിലും അനുകൂലമാണ്. നിങ്ങളുടെ സൃഷ്ടിപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ മികച്ച അവസരങ്ങൾ ലഭിക്കും. പുതിയ ആശയങ്ങൾ വിജയകരമായി നടപ്പിലാക്കുവാൻ കഴിയുന്നതാണ്. സാമ്പത്തികമായും വളരെ വലിയ നേട്ടങ്ങൾ ഈ മാസം പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ചും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ പിന്തുണ വലിയ ഒരു അനുഗ്രഹമായി മാറുന്ന സമയമാണ്. ആരോഗ്യപരമായി ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളെപ്പോലും ഈ മാസം അവഗണിക്കരുത്. ഭാവിയിൽ വളരെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം എന്നതിനാൽ തുടക്കത്തിലെ ശ്രദ്ധ നൽകുന്നത് വളരെ പ്രധാനമാണ്. സാമ്പത്തികമായ കാര്യങ്ങളിലും തൊഴിൽ രംഗത്തും കാര്യമായ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകുവാൻ കഴിയും. എങ്കിലും ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ എല്ലാ മേഖലയിലും നിങ്ങൾക്ക് വളരെ വലിയ പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിക്കുന്ന ഒരു മാസം കൂടിയാണ്. കുടുംബ ബന്ധങ്ങളിലും സാമൂഹ്യമായ ഇടപാടുകളിലും കൂടുതൽ സന്തോഷം കണ്ടെത്തുവാൻ ഈ മാസം കഴിയുന്നതാണ്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ശനിയാഴ്ച ദിവസങ്ങളിൽ അന്നദാനം നടത്തുന്നത് വളരെയധികം ഗുണകരമാണ്. അടുത്തത് മീനം രാശിക്കാരാണ്. പോരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും ചേർന്ന മീന രാശിക്കാരായ നിങ്ങൾക്ക് ഈയൊരു മാസം നിങ്ങളുടെ ആരോഗ്യം, ശാരീരിക ക്ഷമത എന്നിവയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകേണ്ട സമയമാണ്. അതായത് ശാരീരികമായി ഉന്മേഷം തോന്നുമെങ്കിലും കാലാവസ്ഥാ മാറ്റങ്ങൾ കാരണമുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളെ കരുതിയിരിക്കുക. പതിവായ വ്യായാമങ്ങൾ, പ്രത്യേകിച്ച് യോഗയോ ലഘുവായ നടപ്പോ ശീലമാക്കുന്നത് നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഉണർവ് നൽകും. ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെപ്പോലും അവഗണിക്കാതിരിക്കുക. സാമ്പത്തികമായ കാര്യങ്ങളിൽ മിതത്വം പാലിക്കുകയും പുതിയ നിക്ഷേപങ്ങൾക്ക് മുമ്പ് വിദഗ്ധമായ ഉപദേശം തേടുകയോ ചെയ്യുന്നത് വളരെയധികം ഗുണകരമാണ്. തൊഴിൽ രംഗത്തും നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുവാനും നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനും സാധിക്കും. കുടുംബ ബന്ധത്തിൽ സന്തോഷവും ഐക്യവും നിലനിൽക്കും. ബന്ധങ്ങളിൽ ഊഷ്മത വർദ്ധിക്കുന്നതാണ്. മൊത്തത്തിൽ നിങ്ങൾക്ക് ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ ഈ മാസം നിങ്ങൾക്ക് വളരെയധികം ശുഭകരവും തൃപ്തികരവുമായി മാറുന്ന സമയമാണ്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു സഹസ്രനാമം കേൾക്കുകയോ ജപിക്കുകയോ ചെയ്യുക. അതുപോലെ മഞ്ഞപ്പൂക്കൾ ഭഗവാന് സമർപ്പിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.